അറബ് രാജ്യങ്ങൾ ഒന്നിച്ചാൽ ലോകത്ത് ഗതി തീരുമാനിക്കുന്നത് ഇനി വാഷിങ്ടൺ ആയിരിക്കില്ല. അത് തെഹ്റാനും ബീജിങ്ങും ഏഷ്യൻ കൺട്രീസുകളുമായിരിക്കും. അമേരിക്കൻ സൈന്യം പശ്ചിമേഷ്യ വിട്ടാൽ ലോകത്ത് ഇനി സംഭവിക്കാൻ പോകുന്നത്, പതിറ്റാണ്ടുകളായി ലോകത്തെ എണ്ണപ്പാടങ്ങളുടെയും കടൽപാതകളുടെയും ആധിപത്യം കാവൽക്കാരായി നിൽക്കുന്നത് അമേരിക്കയാണ്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നീ രാജ്യങ്ങളിലെ അമേരിക്കയുടെ സൈനിക താവളങ്ങൾ ഇറാന്റെ ശക്തമായ നിലപാടിന് മുന്നിൽ ഒഴിപ്പിക്കേണ്ടി വന്നാൽ അമേരിക്കയ്ക്ക് ഈ ഒരു മേഖലയിലെ സ്വാധീനം മുഴുവനും നഷ്ടപ്പെടും. അമേരിക്കൻ സൈന്യത്തിൻ്റെ സ്വാധീനമാണ് ഇസ്രായേലിനെ നിലനിർത്തുന്നതിൻ്റെ ഏറ്റവും വലിയ ശക്തി. ഇത് ഇല്ലാതായാൽ ഇറാൻ ഉൾപ്പെടെ വരുന്ന എല്ലാ പശ്ചിമേഷ്യൻ രാജ്യങ്ങളും ഇസ്രായേലിനെ വളയും. ഇറാന്റെ സ്വാധീനത്തോടെ പശ്ചിമേഷ്യയിലെ എല്ലാ അറബ് രാജ്യങ്ങളും ഒന്നിച്ചാൽ ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകും. എന്നാൽ ഇറാനും സൗദിയും ഉൾപ്പെടെയുള്ള എല്ലാ രാജ്യങ്ങളും ഒന്നിച്ചു നിന്നാൽ ലോകത്തെ എണ്ണ വിതരണത്തിൻ്റെ കടിഞ്ഞാൻ അറേബ്യൻ രാജ്യങ്ങളുടെ കൈകളിൽ തന്നെ തിരിച്ചെത്തും. ഒരു ഓയിൽ ഉപരോധം വന്നാൽ അമേരിക്കയും യൂറോപ്പും ഇരുട്ടിലാവും. എണ്ണ കച്ചവടത്തിന് പകരം അമേരിക്കൻ ഡോളറിന് പകരം മറ്റ് കറൻസികളായാൽ അമേരിക്കൻ ഡോളർ തകർന്നടിയും. ലോകത്ത് റഷ്യ, ചൈന, ഇറാൻ, കൊറിയ സഖ്യം വന്നാൽ ഇതൊരു പുതിയ ലോകക്രമം സൃഷ്ടിക്കും. റഷ്യയുടെ സൈനിക കരുത്തിനാൽ അത്യാധുനിക മിസൈലുകളും ആണവായുധ സാങ്കേതിക വിദ്യയും ഇവർ പങ്കുവെക്കും. അമേരിക്കൻ ഉപരോധങ്ങളെ മറികടക്കാൻ ചൈനയുടെ കയ്യിലുള്ള വലിയ സമ്പത്ത് ഇതിന് ഉപകരിക്കും. അമേരിക്കയെ നേരിട്ട് വെല്ലുവിളിക്കാൻ ഒരു മടിയുമില്ലാത്ത കൊറിയൻ സൈന്യം ഈ സഖ്യത്തിന് വലിയ ആത്മവിശ്വാസം നൽകും. അതെ, അമേരിക്കയും ഇസ്രായേലും ഇനി തോറ്റോടുമോ? നേരിട്ടുള്ള ഒരു യുദ്ധത്തിൽ ഇത്രയും വലിയ ഒരു സഖ്യത്തെ മുന്നേറുക എന്നുള്ളത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയ ഭീതിപ്പെടുത്തുന്നതാണ്, അസാധ്യമായ കാര്യമാണ്. അമേരിക്കയുടെ പിന്തുണയില്ലാതെ ഇസ്രായേലിന് ഒരടി മുന്നോട്ട് പോവുക എന്നുള്ളത് ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കും. ഇത് മിഡിൽ ഈസ്റ്റിൽ ഇസ്രായേലിൻ്റെ ഭൂപടം തന്നെ മാറ്റിവരക്കപ്പെടും. അതേ, മരുഭൂമിയിലെ സിംഹങ്ങൾ ഉണരുകയാണ്. അമേരിക്കൻ സൈന്യം പശ്ചിമേഷ്യ വിടണം എന്നുള്ളത് ഇറാന്റെ വെറുമൊരു വാക്കല്ല, അത് പുതിയ ഒരു യുഗത്തിൻ്റെ തുടക്കമാണ്. പക്ഷേ ഒന്നോർക്കുക, വൻ ശക്തി രാഷ്ട്രങ്ങൾ ഒന്നിച്ചേറ്റുമുട്ടുമ്പോൾ ചിതറിപ്പോകുന്നത് പാവപ്പെട്ടവൻ്റെ സ്വപ്നങ്ങളാണ്. ഡോളർ തകരുമ്പോൾ, എണ്ണ വില കുതിച്ചുയരുമ്പോൾ പാവപ്പെട്ടവൻ്റെ വയറ്റത്തടിക്കുകയാണ്. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുഴുപട്ടിണിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും. ലോകം ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് ഒരുങ്ങുകയാണ്. നമുക്ക് കാത്തിരുന്ന് കാണാം. എന്നെ ഫോളോ ചെയ്യാത്തവരെല്ലാവരും എന്നെ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.